ശിവബാലകനെ, മായാരൂപനെ, കൺകണ്ട ദൈവമേ വിഷ്ണുമായേ, തിരിതെളിയുന്നീ വേദിയിൽ നിറസാന്നിധ്യമായി വന്നെത്തണേ നാഥ. കനിവോട് നീ വിഘ്നങ്ങൾ മാറ്റുവാൻ, വിജയം വരിക്കുവാൻ കൂടെയുണ്ടാകണേ ചാത്തൻ സ്വാമിയേ. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയേ നമഃ. നമസ്കാരം. വിഷ്ണുമായ പരിഹാരം എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ പലർക്കും അറിയാത്തതുമായ ഒന്നാണ്. നമ്മളിൽ പലരും ജീവിതത്തിലെ കടുത്ത ദുരിതങ്ങൾ മാറുവാൻ ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയെ ആശ്രയിക്കുന്നവരാണ്. ഭക്തന്റെ ഏതു പ്രതിസന്ധിയിലും ഒരു വിളിപ്പാടകലെ ഓടിയെത്തുന്ന സാക്ഷാൽ പരമശിവന്റെയും ശ്രീ പാർവതിദേവിയുടെയും ദിവ്യചൈതന്യമാണ് കുട്ടിച്ചാത്തൻ സ്വാമി. ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ. നിഷ്കളങ്കമായ മനസ്സോടെ ഒരു തുള്ളി കണ്ണീർ വീഴ്ത്തി വിളിച്ചാൽ ഭഗവാൻ അവിടെ എത്തും. പക്ഷേ ഈ വലിയ ശക്തിയെ ആരാധിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ അറിയാതെ ചെയ്താൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കില്ല എന്ന് മാത്രമല്ല, അത് വലിയ ദോഷങ്ങളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തേക്കാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കേൾക്കണം. കാരണം ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അശുദ്ധിയോടെയുള്ള ആരാധനയാണ്. വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും പ്രധാനം ശരീരശുദ്ധിയും മനഃശുദ്ധിയുമാണ്. സ്വാമി ഒരു ഉഗ്രമൂർത്തിയാണല്ലോ. അതുകൊണ്ട് എന്ത് അശുദ്ധിയിലും വിളിക്കാം എന്നൊരു തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. അത് തികച്ചും തെറ്റാണ്. നിങ്ങൾ സ്വാമിയുടെ രൂപത്തിനു മുന്നിൽ വിളക്ക് കത്തിക്കുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ വ്രതശുദ്ധി നിർബന്ധമാണ്. മത്സ്യമാംസാദികൾ കഴിച്ചതിനു ശേഷമോ മദ്യപിച്ചതിനു ശേഷമോ ഒരിക്കലും സ്വാമിയുടെ ചിത്രത്തിനു മുന്നിൽ പോയി നിൽക്കുകയോ പ്രാർത്ഥിക്കുകയോ അരുത്. അതുപോലെ തന്നെ മനസ്സിലെ അശുദ്ധി. മറ്റൊരാളോട് ദേഷ്യവും വൈരാഗ്യവും മനസ്സിൽ വെച്ചുകൊണ്ട് കപടമായ ഭക്തിയോടെ സ്വാമിയെ വിളിച്ചാൽ ഭഗവാൻ കേൾക്കില്ല. ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധമാക്കി തികഞ്ഞ അർപ്പണബോധത്തോടെ വേണം ഓം വിഷ്ണുമായ ചാത്തൻ സ്വാമിയേ നമഃ എന്ന് ജപിക്കാൻ. ആ ഒരു നിഷ്ഠ നിങ്ങൾ പാലിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. രണ്ടാമത്തെ കാര്യം, നേർച്ചകൾ വൈകിപ്പിക്കുകയോ മറക്കുകയോ ചെയ്യരുത് എന്നതാണ്. ഇത് പലരും ജീവിതത്തിൽ വരുത്തുന്ന വലിയൊരു അബദ്ധമാണ്. നമുക്കൊരു വലിയ സങ്കടം വരുമ്പോൾ, സാമ്പത്തിക തകർച്ച വരുമ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ട് സ്വാമിയോട് പറയും, സ്വാമിയേ, ഈ ആപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. ഞാൻ സ്വാമിക്ക് രൂപക്കളം പാടിത്തരാം, അല്ലെങ്കിൽ നെയ്വിളക്ക് സമർപ്പിക്കാം, കരിക്കുടയ്ക്കാം എന്നൊക്കെ. സ്വാമി ആ സങ്കടം മാറ്റിയെടുക്കുകയും ചെയ്യും. പക്ഷേ കാര്യം സാധിച്ചു കഴിയുമ്പോൾ പലരും ആ നേർച്ചയുടെ കാര്യം മറന്നുപോകും. അല്ലെങ്കിൽ പിന്നെ ചെയ്യാം, അടുത്ത മാസം ചെയ്യാം എന്ന് കരുതി നീട്ടിവെക്കും. പ്രിയപ്പെട്ടവരെ, വിഷ്ണുമായ സ്വാമിയോട് നൽകുന്ന വാക്ക് അത് ജീവനേക്കാൾ വിലയുള്ളതായി കാണണം. ഭഗവാൻ നിങ്ങൾ ചോദിച്ചത് തന്നുവെങ്കിൽ നിങ്ങൾ പറഞ്ഞ വാക്ക് കൃത്യസമയത്ത് പാലിക്കാൻ നിങ്ങൾക്കും ബാധ്യതയുണ്ട്. നേർച്ചകൾ വൈകിപ്പിക്കുന്നത് സ്വാമിയുടെ കോപത്തിനിടയാക്കും. പിന്നീട് അതിലും വലിയ സങ്കടങ്ങളാകും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവുക. അതിനാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം സ്വാമിയോട് നേരാൻ ശ്രദ്ധിക്കുക. നേർന്നാൽ അത് കൃത്യമായി സമർപ്പിക്കുകയും ചെയ്യുക. മൂന്നാമത്തെ കാര്യം, അന്യായമായി മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. നമ്മൾ മനുഷ്യരാണ്. നമുക്ക് പലരോടും ദേഷ്യം കാണും, ശത്രുത കാണും. നമ്മളെ ഉപദ്രവിച്ചവരോട് പക തോന്നുക സ്വാഭാവികമാണ്. എന്നാൽ കടുത്ത ഉഗ്രമൂർത്തിയായ ദൈവമാണ് വിഷ്ണുമായ എന്ന് കരുതി ക്ഷേത്രത്തിലോ കാവിലോ പോയി നിന്ന് എൻ്റെ ശത്രുവിനെ നശിപ്പിക്കണേ സ്വാമിയെ, അവന് വലിയ ആപത്തു വരുത്തണേ എന്ന് പ്രാർത്ഥിക്കരുത്. അധർമ്മത്തിന് കൂട്ടുനിൽക്കാൻ സ്വാമി ഒരിക്കലും വരില്ല. തന്നോട് യാതൊരു തെറ്റും ചെയ്യാത്ത ഒരാളെ നിങ്ങളുടെ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ ദ്രോഹിക്കാൻ സ്വാമി തയ്യാറാകില്ല. എന്നു മാത്രമല്ല, ആ ദുശ്ചിന്ത
നിങ്ങളുടെ കുടുംബത്തിന് തന്നെ ദോഷമായി മാറും. പകരം നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? സ്വാമിയേ, ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും സംരക്ഷണം തരണേ. എനിക്ക് നേരെ വരുന്ന ദോഷങ്ങളെയും കണ്ണേറുകളെയും തടുത്തു നിർത്തണേ എന്ന് പ്രാർത്ഥിക്കുക. വിഷ്ണുമായ സ്വാമി നിങ്ങളുടെ ചുറ്റും ഒരു വലിയ സംരക്ഷണ കവചമായി നിൽക്കും. നിങ്ങളുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ ആർക്കും കഴിയില്ല. അതാണ് യഥാർത്ഥ ഭക്തിയുടെ ശക്തി. നാലാമതായി, നമ്മൾ വീടുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. പലരും വീടുകളിൽ വിഷ്ണുമായ സ്വാമിയുടെ ഫോട്ടോ വെച്ച് വിളക്ക് കത്തിക്കാറുണ്ട്. അത് വളരെ നല്ലതാണ്. എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം കടുത്ത താന്ത്രിക പൂജകളോ മറ്റ് ഉഗ്രവസ്തുക്കളോ വീടുകളിൽ നിവേദിക്കാൻ പാടില്ല. നിങ്ങളുടെ ഗുരുക്കന്മാരോ വിഷ്ണുമായ ഉപാസകരോ തന്ത്രിമാരോ നിർദ്ദേശിക്കാതെ യൂട്യൂബിലോ മറ്റോ കണ്ട് സ്വന്തമായി വലിയ കർമ്മങ്ങൾ വീട്ടിൽ ചെയ്യാൻ നിൽക്കരുത്. വീട്ടിൽ സ്വാമിയെ ആരാധിക്കുമ്പോൾ വളരെ ലളിതമായ പൂജകൾ മതി. സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിച്ചു വയ്ക്കുക, ഒരു കർപ്പൂരം ഉരിയുക, കുറച്ച് അവിലോ മലരോ കൽക്കണ്ടമോ നിവേദ്യമായി വയ്ക്കുക. എന്നിട്ട് തികഞ്ഞ ഭക്തിയോടെ സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുക. അതുമാത്രം മതി ഭഗവാൻ നിങ്ങളിൽ പ്രസാദിക്കാൻ. അമിതമായ ആവേശത്തിൽ അറിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോയാൽ അത് വിപരീത ഫലമാകും നൽകുക. പ്രിയപ്പെട്ടവരെ, വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ഭക്തന്റെ സ്വന്തം ചങ്ങാതിയെപ്പോലെയാണ്. നിഷ്കളങ്കമായ ഭക്തിയും സ്നേഹവും മാത്രമാണ് സ്വാമി നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഭയത്തോടെയല്ല, തികഞ്ഞ സ്നേഹത്തോടെ വേണം സ്വാമിയെ വിളിക്കാൻ. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടെ ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് വലിയ ഇരുട്ടിലും വെളിച്ചവുമായി സ്വാമി ഓടിയെത്തും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അനുഭവങ്ങളും പ്രാർത്ഥനകളും താഴെ കമന്റ് ബോക്സിൽ ഓം വിഷ്ണുമായ ചാത്തൻ സ്വാമിയെ നമഃ എന്ന് രേഖപ്പെടുത്തുക. കൂടുതൽ ആത്മീയ അറിവുകൾക്കും പരിഹാരങ്ങൾക്കുമായി നമ്മുടെ വിഷ്ണുമായ പരിഹാരം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു നൽകുക. എല്ലാവർക്കും വിഷ്ണുമായ സ്വാമിയുടെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.